സൂറത്തുൽ ഫാത്തിഹ എന്ന പാഠത്തിലെ ഇനി മൂന്നാമത്തെ വർക്ക് നക്തഷിഫു സ്വഹീഹ്, നമുക്ക് ശരിയായത് കണ്ടെത്താം എന്നുള്ളതാണ്. നഖറഉ സൂറത്തുൽ ഫാത്തിഹ നഖറഉ സൂറത്തുൽ ഫാത്തിഹ ഫി സലാത്തിൽ ഇശായ്, ഇശാ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ പാരായണം ചെയ്യുന്നു. ഖംസ് മറാത്ത് മറത്തൈനി അർബഅ മറാത്ത്, 5 പ്രാവശ്യമാണോ 2 പ്രാവശ്യമാണോ 4 പ്രാവശ്യമാണോ? 2 ഫി സൂറത്തിൽ കൗസർ, സൂറത്തുൽ കൗസറിലുണ്ട് 10 ആയാത്തിൻ, ആയത്തുൻ വാഹിദത്ത് സലാസ് ആയാത്തിൻ, 10 ആയത്താണോ 1 ആയത്താണോ അതോ 3 ആയത്തുകളാണോ? സ്വലാത്തുൽ ഈദ്, പെരുന്നാൾ നമസ്കാരം, സലാസു റക്കായത്തിൻ അർബഅ റക്കായത്തിൻ റക്കായത്താനി, 3 റക്കായത്തുകളാണോ 4 റക്കായത്തുകളാണോ 2 റക്കായത്താണോ? 4. നുസല്ലി കുല്ലയോമിൻ, എല്ലാ ദിവസവും നമ്മൾ നമസ്കരിക്കുന്നു. ഖംസ മറാത്തിൻ സലാസ് മറാത്തിൻ മറത്തൻ വാഹിദ, 5 പ്രാവശ്യമാണോ 3 പ്രാവശ്യമാണോ 1 പ്രാവശ്യമാണോ? 5. സൂറത്തുൽ ആയില ഡാഷ് സൂറത്തുൽ ഗാഷിയ, സൂറത്തുൽ ആഷിയ സൂറത്തുൽ ആയില സൂറത്തുൽ ആഷിയക്ക് ബഅദ ശേഷമാണോ അമാമ മുന്നിലാണോ ഖബല മുമ്പിലാണോ? ഏതാണ് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെയ്താൽ. 4. വർക്ക് അജിബ്, നീ ഉത്തരം എഴുതുക. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചോദ്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പാഠം ശരിക്കും വായിച്ചാൽ ഉത്തരം കിട്ടും. മൻ റാഫിഉ സമാ, ആരാണ് ആകാശം ഉയർത്തിയത്? 2. ചോദ്യം കൈഫ അൻത യാ അഖി, സഹോദര എങ്ങനെയുണ്ട്, നിൻ്റെ വിശേഷമൊക്കെ എങ്ങനെയുണ്ട്? 3. അയ്യ യൗമിൻ ഖബല യൗമിൽ ജുമുഅ, ജുമുഅ ദിവസം, അതായത് വെള്ളിയാഴ്ച ദിവസത്തിന് മുമ്പുള്ള ദിവസം ഏത്? 4. ഖുൽ ഇസ്മൻ ആഖർ ലി സൂറത്തുൽ ഫാത്തിഹ, ഫാത്തിഹ സൂറത്തിൻ്റെ മറ്റൊരു പേര് പറയുക. 5. ഹൽ ഹഫിദ്ത സൂറത്തുൽ ആയില, നീ സൂറത്തുൽ ആയില മനപ്പാടമാക്കിയോ? ഇതിൻ്റെയൊക്കെ ഉത്തരം എഴുതുക. 5. വർക്ക് തർജിം, അതായത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുക. കൈഫ അൻത യാ അഖി, അതിൻ്റെ മലയാളം എഴുതുക. ഐന വാലിദുക വ വാലിദത്തുക, അതിൻ്റെ മലയാളം എഴുതുക. ഇല ഐന ദഹബാ. അതേപോലെ ഹൽ തഖ്റഉൽ ഖുർആൻ, ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ കണ്ടെത്തി എഴുതുക. പിന്നെ ഇക്തശഫിൽ അൽ മആനി ലിൽ അബിയാത്തി മിനൽ മുറബ്ബൈ, പദ്യങ്ങളുടെ വരികളുണ്ടല്ലോ, അത് ഈ ചതുരത്തിൽ നിന്ന് ആ വരികളുടെ അർത്ഥം ആശയം കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. അദ്ഉക യാ ഇലാഹി യാ റാഫി അസ്സമായി, ഇഹ്ഫൽ അലയ്യ ദീനി മിൻ ഫിത്നത്തിൽ അഹ്വായി യാ വാസിൽ അത്തായി റബ്ബിസ്തജിബ് ദുആഇ എന്നാണ്. അപ്പോൾ ഇതിൽ നമ്മളെന്താ വെച്ചാൽ അർത്ഥം അറിഞ്ഞിട്ടില്ല എങ്കിൽ കൂടി നമുക്കിതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ആ വരികളിൽ എന്തെങ്കിലും ഒരു കെലിമത്ത്, ഒരു വാക്ക് ചിലപ്പോൾ ഈ ആശയത്തിലുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് നോക്കി, അദൂക യാ ഇലാഹി യാ റാഫി അസ്സമായി, അതിന് യോജിച്ച് നമുക്കിതിൽ കണ്ടെത്താൻ കഴിയും. കാരണം ഇപ്പുറത്ത് ചതുരത്തിൽ 2ാമത്തത് അല്ലാഹു റാഫി അസ്സമാ എന്നുണ്ട്, അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കണ്ടെത്തി എഴുതാവുന്നതാണ്. എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഇത് വീക്ഷിച്ച് ശരിക്കും പഠിക്കുക ഇൻഷാ അല്ലാഹ്.